നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. നേത് ഹിമാറിനെ എനിക്ക് കണി കണ്ടത്. ഇപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഈ പോൺ അഡിക്ഷൻ എന്നുള്ളത്. എന്നെ വേണേ രണ്ടടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. അതൊക്കെ ഇതിനപ്പോ ഇവിടെ പറയുന്നത്, അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. ഈ പോൺ അഡിക്ഷനും പോൺ കാണുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? അത് ഉത്തരം പറ. അത് ആദ്യം പോൺ എന്താണ് ആക്ച്വലി? അതിപ്പോ പോൺ എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷൽ ആക്ട് നമ്മൾ ഏതെങ്കിലും ഒരു മീഡിയത്തിൽ കൂടെ കാണുക. വിടേണ്ട സാർ, ഇവനാളൊരു സകല കളകല വല്ലവൻ. അപ്പൊ നീയോ? ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ കടുത്തായിട്ട് ഭർത്താക്കന്മാർക്ക് പോൺ പ്രശ്നമാണ്, പോൺ അഡിക്ഷൻ ആണ്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഭർത്താവും ഭാര്യയും തമ്മിൽ യാതൊരു റിലേഷൻഷിപ്പും ഇല്ല. എന്റെ കയ്യിൽ എങ്ങനെ ആയിരിക്കണം? മിനിമം ഒരു 500 ഡൈവേഴ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം പെറ്റണിട്ടാണ്. ഭയങ്കരமான ആള്. അല്ലെങ്കിൽ വളരെ കുറച്ച് എന്നുള്ള ഒരു കംപ്ലൈന്റുമായിട്ട്. അതെങ്ങനെയാ? കർത്താവ് അടിയുള്ളവരെ കൊണ്ട് അറിയാൻ പറയില്ലല്ലോ. അതുപോലെ ഒരു സെക്ഷുവൽ ആക്ട് കാണുന്നത് ഏത് മീഡിയത്തിൽ കൂടെ ആയാലും അതിൽ നിന്നൊരു പ്ലഷർ കിട്ടുന്നു എന്നുള്ളൊരു ഫീലിംഗ്, അതാണ് ബേസിക്കലി പോൺ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. നമ്മളൊരു അഡിക്ഷൻ വരുന്നത് നമ്മളുടെ പ്ലഷർ എന്ന് പറയും, സുഖം കിട്ടുമ്പോഴാണ്. സംശയം ഉണ്ടെങ്കിൽ ആരുടെയെങ്കിലും ഭാര്യമാരോട് ചോദിക്കാൻ മതി. ആ സമയത്ത് ഈ വ്യക്തിക്ക് അവരോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, കുറച്ച് ഫോപ്ലേ ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയണത്. നമ്മൾ ഭർത്താവിനോട് ചോദിക്കുമ്പോൾ അവർ പറയണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒന്നും തോന്നണില്ല, എന്ത് ചെയ്യുന്ന. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ഞങ്ങൾ ഒരു കേസിൽ ഭയങ്കര തമാശ, ആള് പറയണ്ട് ഞാൻ കുറെ ശ്രമിച്ചു നോക്കി എനിക്ക് വരുത്താൻ. എനിക്കെന്തോ പോലെ ഇത് ഫുൾ ടൈം കാണുമ്പോൾ ഇതിനകത്ത് അങ്ങേയറ്റം കാണിക്കുകയാണ്. അങ്ങേയറ്റം കണ്ട് യൂസ്ഡ് ആവുമ്പോൾ ചെറിയ കാര്യങ്ങളിൽ ഇവർക്ക് അറൗസൽ വരില്ല. ഞാൻ ഈ രംഗത്ത് ഒരു പരിപൂർണ വിജയമല്ല. അപ്പോൾ ഈവൻ ഭാര്യമാര് നൂഡായിട്ട് കംപ്ലീറ്റ്ലി വസ്ത്രമില്ലാതെ കണ്ടാലും ഇവർക്ക് ഒന്നും തോന്നണില്ല. ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു, അടിച്ച് കാലക്ക് കൈ കൊടുത്തനെ ഇല്ലടാ.